രാഷ്ട്രീയത്തിൽ ഇന്ന് ദൃശ്യമാകുന്നത് പഴയകാല കോൺഗ്രസ് ആധിപത്യത്തിന് സമാനമായ ഒരു ഏകകക്ഷി യുഗമാണോ? ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കരുത്തിൽ ഭാരതം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയ കോൺഗ്രസിന് പകരമായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ബംഗാൾ എന്ന തകർക്കപ്പെടാത്ത കോട്ടയിൽ മമതാ ബാനർജിയെ വീഴ്ത്തിക്കൊണ്ട് BJP നേടിയ ചരിത്ര വിജയവും രാജ്യത്തിന്റെ 70% ഭൂപ്രദേശങ്ങളും NDA ഭരണത്തിന് കീഴിലായതും രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ വിജയം ജനാധിപത്യത്തിന്റെ പുതിയ മുഖമാണോ അതോ ബഹുസ്വരത ഇല്ലാതാക്കുന്ന ഏകകക്ഷി ഭരണത്തിന്റെ തുടക്കമാണോ? ഇന്ത്യയെ ആവേശത്തിലോ ആശങ്കയിലോ ആഴ്ത്തുന്ന ഈ രാഷ്ട്രീയ പരിവർത്തനത്തെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഇത് BJP യുഗമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം പശ്ചിമ ബംഗാളിലെ BJPയുടെ വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിയ ഈ വിജയം കിഴക്കൻ ഇന്ത്യയിൽ BJPയുടെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയുടെ 72% ഭൂപ്രദേശങ്ങളും NDA ഭരണത്തിന് കീഴിലാണ്. അസമിൽ തുടർച്ചയായ 3ാം തവണയും അധികാരം നിലനിർത്താൻ സാധിച്ചത് BJPയുടെ സംഘടനാ കരുത്തിന്റെ വലിയൊരു തെളിവ് തന്നെയാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ UDF മികച്ച വിജയം കരസ്ഥമാക്കിയെങ്കിലും BJP 3 സീറ്റുകൾ നേടിയത് ചരിത്രപരമായ നീക്കമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന LDF UDF രാഷ്ട്രീയത്തിലേക്ക് ഒരു 3ാം കക്ഷി സാവധാനം കടന്നു വരുന്നതിന്റെ സൂചനയാണ് ഇത് നൽകിയത്. 10% വോട്ട് വീതം നേടാനായത് BJPക്ക് ഭാവിയിൽ നിർണായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. തമിഴ്നാട്ടിലാകട്ടെ വിജയം നയിക്കുന്ന തമിഴക വെട്ടിക്കഴകം എല്ലാവരെയും ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു വിജയമാണ് സ്വന്തമാക്കിയത്. DMK പിന്തള്ളി 108 സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി TVK മാറിയത് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുതിയൊരു യുഗത്തിന് തന്നെ തുടക്കം കുറിച്ചു. പ്രാദേശിക വികാരങ്ങളും യുവജനങ്ങളുടെ പിന്തുണയും BJPക്കും മറ്റ് ദേശീയ പാർട്ടികൾക്കും ഒരുപോലെ വെല്ലുവിളിയാകുമെന്ന് ഇത് തെളിയിക്കുകയും ചെയ്യുന്നു. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ BJP പടരുന്നതോടെ ഇന്ത്യ ഒരു ഏകകക്ഷി സമ്പ്രദായത്തിലേക്ക് മാറുമെന്ന വാദത്തിന് ശക്തി കൂടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും തമിഴ്നാട്ടിലെ TVKയുടെ വിജയവും കേരളത്തിലെ UDF വിജയവും തെളിയിക്കുന്നത് പ്രാദേശികമായ പ്രതിരോധങ്ങൾ ഇപ്പോഴും ശക്തമാണ് എന്ന് തന്നെയാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ തളർച്ച നേരിടുന്നുണ്ട് എങ്കിലും പ്രാദേശിക പാർട്ടികൾ BJPക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ, പ്രത്യേകിച്ച് വോട്ടർ പട്ടിക പുതുക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായതും അതൊരു പ്രത്യേക വിഭാഗത്തെ ബാധിച്ചുവെന്ന ആക്ഷേപവും രാഷ്ട്രീയ ചർച്ചകളിലും പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ്. എന്തായാലും 2026 ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ BJPയുടെ അജയ്യമായ വളർച്ചയെ കാണിക്കുമ്പോൾ തന്നെ ശക്തരായ പ്രാദേശിക നേതാക്കൾക്കും അതുപോലെ തന്നെ പാർട്ടികൾക്കും BJPയുടെ മുന്നേറ്റത്തെ തടയാനാകുമെന്ന പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട്. പക്ഷെ ഇനിയുള്ള കാലഘട്ടം എന്താണ് സംഭവിക്കുക എന്നതാണ് വളരെ കാര്യത്തോടെ നമ്മൾ നോക്കേണ്ടത്. പശ്ചിമ ബംഗാളിലേക്ക് തിരികെ വന്നാൽ പശ്ചിമ ബംഗാളിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച സമീപകാല രാഷ്ട്രീയ മാറ്റങ്ങളും പരിശോധിക്കുമ്പോൾ ദശകങ്ങൾ നീണ്ട രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചരിത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി BJP ആദ്യമായി അധികാരത്തിലേറിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തി കഴിഞ്ഞു. ബംഗാളിലെ BJPയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ജനസംഘത്തിന്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയുടെ പാരമ്പര്യവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാവുന്നതാണ്. എന്നാൽ ദീർഘകാലം അവിടെ ഇടതുപക്ഷത്തിന്റെയും പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെയും ആധിപത്യം തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. 2010കളുടെ പകുതി വരെ ബംഗാൾ നിയമസഭയിൽ BJP ഒരു ചെറിയ സാന്നിധ്യം മാത്രമായിരുന്നു, വളരെ ചെറിയ സാന്നിധ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് BJP ആദ്യമായി നിർണായകമായ മുന്നേറ്റം പശ്ചിമ ബംഗാളിൽ നടത്തുന്നത്. തുടർന്ന് വന്ന വർഷങ്ങളിൽ ശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെയും കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണത്തിലൂടെയും പാർട്ടി സംസ്ഥാനത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയായിരുന്നു. 2026 തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ബംഗാളിലെ രാഷ്ട്രീയ ഭൂപടം പൂർണ്ണമായും മാറി മറഞ്ഞു എന്നത് തന്നെയാണ്. 294 അംഗ നിയമസഭയിൽ 205-ലധികം സീറ്റുകൾ നേടിയുള്ള BJPയുടെ വിജയം വർഷങ്ങളായി നിലനിന്നിരുന്ന പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളെ തകർത്തു കളഞ്ഞു. ഈ വിജയത്തിന് പിന്നിൽ പ്രധാനമായും ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര ഭരണത്തിലുള്ള BJPയുടെ വികസന വാഗ്ദാനങ്ങളിലുമാണ് പ്രവർത്തിച്ചത്. ആസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തുടർച്ചയായ വിജയങ്ങൾക്കൊപ്പം ബംഗാൾ കൂടി BJPയുടെ കൈകളിലേക്ക് എത്തിയത് വരാനിരിക്കുന്ന ഗുജറാത്ത്, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് വലിയ മുൻതൂക്കം നൽകുന്ന സംഭവം തന്നെയാണ്. അതായത് ഇനിയുള്ള വർഷങ്ങളിൽ BJPയുടെ തേരോട്ടം തന്നെയാണ് ഇന്ത്യയിൽ നടപ്പിലാകുക എന്നത് ഇത് അടിവരയിട്ട് പറയുകയാണ്. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യ ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന വലിയൊരു സംവാദം കൂടി ഉയർത്തുന്നുണ്ട്.
നിലവിൽ ഇന്ത്യയുടെ 70% ഭൂപ്രദേശങ്ങളും NDA ഭരണത്തിന് കീഴിലാണ് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും BJPക്ക് ഉണ്ടായ ഭൂരിപക്ഷം നിയമനിർമ്മാണങ്ങൾ വേഗത്തിലാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. രാജ്യസഭയിൽ പണ്ട് 65 സീറ്റുകളിൽ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 113 സീറ്റുകളിലേക്ക് അവർ വളർന്നിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും സമാനമായ രീതിയിൽ ഒരു പാർട്ടിയുടെ ആധിപത്യം പ്രകടമായിരുന്നു. എന്നാൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനം ഏകാധിപത്യ പ്രവണതകളെ പ്രതിരോധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എങ്കിലും ആധാർ കേസ് പോലുള്ള വിധികൾ, ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്, രാഷ്ട്രീയ നിയമനങ്ങൾ എന്നിവയിൽ നീതിന്യായ വ്യവസ്ഥയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഇടപെടൽ വിമർശന വിധേയമായിട്ടുമുണ്ട്. ബംഗാളിലെ ചരിത്രപരമായ ഈ മാറ്റം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് എങ്കിലും തമിഴ്നാട്ടിലെ TVKയുടെ വിജയം പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ പ്രാദേശിക രാഷ്ട്രീയത്തിന് ഇപ്പോഴും വലിയ പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ബംഗാളിലെ വളർച്ചയും ഇന്ത്യയിലെ നിലവിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും വിശകലനം ചെയ്യുമ്പോൾ ശ്രദ്ധേയമായ പല വസ്തുതകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP ഒരു പ്രധാന ശക്തിയായി മാറിയത് പെട്ടെന്നുള്ള ഒരു മാറ്റമായിട്ട് നമ്മൾ കാണരുത്. ദീർഘകാലം ഇടതുപക്ഷവും പിന്നീട് തൃണമൂൽ കോൺഗ്രസും ഭരിച്ച ബംഗാൾ മണ്ണിൽ ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപകനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ പാരമ്പര്യം ഉയർത്തിക്കാട്ടിയാണ് BJP അടിത്തറ പാകിയിട്ടുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റത്തിന് ശേഷം 2026 മമതാ ബാനർജിയെ അവരുടെ കോട്ടയിൽ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയത് BJPയുടെ ചരിത്രപരമായ വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വിജയം സമ്മതിച്ചു കൊടുക്കാൻ മമതാ ബാനർജി തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വിജയം വരാനിരിക്കുന്ന ഉത്തർപ്രദേശ്, ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും നിയമ സംവിധാനങ്ങളെയും കുറിച്ച് പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതായത് SIR, വലിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ച സംഭവം തന്നെയാണ്. ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന പേരിൽ ഏകദേശം 9.6 ദശലക്ഷം വോട്ടർമാരെ നീക്കം ചെയ്തത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു എന്ന ആക്ഷേപം വളരെ ശക്തമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാപരമായി സ്വതന്ത്രമാണ് എങ്കിലും കമ്മീഷന്മാരെ നിയമിക്കുന്ന സമിതിയിൽ സർക്കാരിന് ഭൂരിപക്ഷമുള്ളത് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകുന്ന കാര്യം തന്നെയാണ്. കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതായത് EVMന്റെ വിശ്വാസ്യതയെ കുറിച്ചുള്ള തർക്കങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതായത് പശ്ചിമ ബംഗാളിൽ BJP അട്ടിമറി നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ്. അസമിലെ മണ്ഡല പുനർനിർണയം പോലുള്ള നടപടികളിലൂടെയും ഭരണ സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയും BJP തങ്ങളുടെ അധികാരം ഉറപ്പിച്ച സംഭവങ്ങൾ തന്നെയാണ്. അതായത് പ്രതിപക്ഷ നിരയിലെ വിള്ളലുകൾ BJPയുടെ പാത സുഗമമാക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപീകരിച്ച പല പ്രതിപക്ഷ സഖ്യങ്ങളും ഇന്ന് ദുർബലമാവുകയോ ഇല്ലാതാവുകയോ ചെയ്തിട്ടുമുണ്ട്. ഡൽഹിയിൽ 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം BJP അധികാരത്തിൽ തിരിച്ചെത്തിയതും ബീഹാറിലെ രാഷ്ട്രീയ നീക്കങ്ങളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP കൈവരിക്കുന്ന ആധിപത്യത്തെ തന്നെയാണ്. BJPയുടെ രാഷ്ട്രീയ ശൈലി കേവലം ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. വിവിധ ജാതി സമവാക്യങ്ങളെയും പ്രാദേശിക സത്വങ്ങളെയും തങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിലെ സങ്കീർണമായ ജാതി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രീതി ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണവുമാണ്. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയം റൈറ്റ് വേഴ്സസ് റൈറ്റ് എന്ന നിലയിലേക്ക് മാറുകയാണോ എന്ന സംശയം പല നിരീക്ഷകരും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ബംഗാളിലെ മമതാ ബാനർജിയുടെ പരാജയത്തോടെ ഇടതുപക്ഷ ചിന്താഗതിക്ക് ദേശീയ തലത്തിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല കേരളത്തിലും അവർ പരാജയപ്പെട്ടല്ലോ. നരേന്ദ്രമോദിക്ക് ശേഷമുള്ള BJPയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിലെ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള BJP മോഡൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടന്ന ഇലക്ഷന്റെ റിസൾട്ട് തന്നെയാണ്. കേരളത്തിൽ 3 സീറ്റുകളും പശ്ചിമ ബംഗാളിൽ തൂത്തുവാരുകയും ചെയ്ത BJPക്ക് ഇനി കേരളത്തിൽ ഒരുപാട് സീറ്റുകൾ ഉണ്ടാക്കാൻ അധിക ദൂരമില്ല എന്ന് തന്നെയാണ് വിശകലനങ്ങൾ. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.